മരണം വരെ സംഭവിക്കാവുന്ന ചില മാരകമായ അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ ഒരു ഡോക്ടർക്ക് സാധിക്കാതെ വന്നല്ലോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള 4 അസുഖങ്ങളെ കുറിച്ചാണ്. ഇതെല്ലാം മാരകമാണ്, നമുക്ക് പെട്ടെന്ന് കുഴഞ്ഞു വീണുള്ള മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്, ഹൃദയത്തെ ബാധിക്കുന്നതാണ്. ഞാൻ ഡോക്ടർ അനിൽ സലീം, കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കാർഡിയോളജി. ഇതിൽ ഒന്നാമത്തെ അസുഖം അയോർട്ടിക് ഡിസെക്ഷൻ എന്ന് പറയും. അയോർട്ട എന്ന് പറയുന്ന ശരീരത്തിലെ പ്രധാന രക്തക്കൊഴല് പൊട്ടിപ്പോകുന്ന അവസ്ഥ. ഇതാർക്കാണ് സംഭവിക്കുക? പ്രധാനമായിട്ടും രക്തക്കൊഴലിലെ ഭിത്തികൾക്ക് ബലക്കുറവുള്ളവർക്കും BP കൂടുന്നവർക്കും പെട്ടെന്ന് സംഭവിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് വരുന്ന സമയത്ത് പുറം വേദനയായിട്ടാണ് സംഭവിക്കുക. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഡോക്ടർമാർ ഇതൊരു പുറം വേദനയായിട്ട് കാണുന്നു, ആ രീതിയിലുള്ള മസിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാറുണ്ട്. പക്ഷെ രോഗിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നേരം കൊണ്ട് തന്നെ രോഗി കൊളാപ്സ് ചെയ്യാണ്, കുഴഞ്ഞു വീഴാണ്, മരണം വരെ സംഭവിക്കാം. കൃത്യമായ ചികിത്സ കിട്ടിയിട്ടില്ലെങ്കിൽ 50% ആളുകളും തീർച്ചയായിട്ടും മരിക്കുന്നൊരവസ്ഥയാണ് അയോർട്ടിക് ഡിസെക്ഷൻ. രണ്ടാമത്തെ അസുഖമാണ് പൾമണറി എംബോളിസം. പൾമണറി എന്ന് വെച്ചാൽ ശ്വാസകോശം, എംബോളിസം എന്ന് വെച്ചാൽ രക്തം കട്ടപിടിക്കുക. ശ്വാസകോശത്തിലെ രക്തക്കോലുകളിൽ രക്തം കട്ടപിടിക്കുന്ന മാരകമായിട്ടുള്ള ഒരു അസുഖമാണ് പൾമണറി എംബോളിസം. ഇതെപ്പോഴും പെട്ടെന്നാണ് വരിക. ഇതിന്റെ ലക്ഷണങ്ങൾ ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ പോലെയാണ് പലപ്പോഴും ഉണ്ടാവുക. ചില ആളുകൾക്ക് നെഞ്ചുവേദനയായിട്ട് വരും. എക്സ്റേ എടുത്താലും പലപ്പോഴും ന്യൂമോണിയ പോലെ മാത്രമാണ് കാണുക. എന്നാൽ കൃത്യസമയത്ത് രക്തം കട്ടിപ്പിടിക്കുന്നത് അലിയിച്ചിട്ടില്ലെങ്കിൽ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറയുകയും പല ആളുകളും കുഴഞ്ഞു വീണ് മരിക്കുന്നതും സാധാരണയാണ്. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികൾക്കും കിടപ്പിലായ രോഗികൾക്കും കാലിൽ നീരുള്ള രോഗികൾക്കുമാണ്. മൂന്നാമത്തത് ഹാർട്ട് ഫെയിലിയർ ആണ്. എന്ന് വെച്ചാൽ ഹൃദയത്തിന്റെ പമ്പിങ് കുറയുന്ന അവസ്ഥ. ഇത് പലപ്പോഴും സൈലന്റ് ആയിട്ടാണ് ഒരു വ്യക്തിക്ക് സംഭവിക്കുക. ഇതിന്റെ ലക്ഷണം ശ്വാസം മുട്ടലും കിതപ്പും ആയതുകൊണ്ട് തുടക്കത്തിൽ ഒരു ആസ്മ പോലെ അല്ലെങ്കിൽ ശ്വാസം മുട്ടിന്റെ അസുഖമായിട്ട് ഡോക്ടർമാർ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചികിത്സ എന്ന് പറയുന്നത് ഹാർട്ടിനല്ല കിട്ടുക, ശ്വാസകോശത്തിന്റെ ചികിത്സകളാണ്. വലിക്കുന്ന ഇൻഹേലേഴ്സ്, അതുപോലെ ശ്വാസകോശത്തിന്റെ മറ്റു മരുന്നുകൾ. എന്ന് വെച്ചാൽ ഹാർട്ട് ഫെയിലിയർ വന്നു കഴിഞ്ഞാലും തുടക്കത്തിൽ ഇത് കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് കൊണ്ടും ചികിത്സ കറക്റ്റ് കിട്ടാത്തത് കൊണ്ടും ഈ അസുഖം മൂർച്ഛിച്ചു പോവുകയാണ്. ചില ആളുകളെങ്കിലും ഹാർട്ട് ഫെയിലിയർ കാരണം പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. നാലാമത്തത് മയോകാർഡൈറ്റിസ് ആണ്. എന്താണ് മയോകാർഡൈറ്റിസ്? മയോ എന്ന് വെച്ചാൽ ഹൃദയത്തിലെ മസിലുകൾ എന്നാണ് അർത്ഥം. കാർഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഇൻഫെക്ഷൻ. മയോകാർഡൈറ്റിസ് എന്ന് വെച്ചാൽ ഹൃദയത്തിലെ മസിലുകളുടെ ഇൻഫെക്ഷൻ. ഇത് പലപ്പോഴും ചില പനികളുടെ ഭാഗമായിട്ട് വരും. അത് ചെറുപ്രായമാവട്ടെ വലിയ ആളുകളാകട്ടെ, സൈലന്റ് ആയിട്ട് ഹൃദയത്തിന്റെ മസിലുകളെ ബാധിക്കുകയും ഹൃദയത്തിന്റെ ശക്തി കുറയുകയും ഹൃദയത്തിന്റെ മിടിപ്പ് കൂടുകയും ചെയ്യുന്ന അവസ്ഥ വരാറുണ്ട്. നമ്മൾ പലപ്പോഴും പത്രത്തിൽ വായിക്കാറില്ലേ, പനി വന്നിട്ട് കുഴഞ്ഞു വീണ് മരിച്ചു. അങ്ങനെയുള്ള ഭൂരിപക്ഷം കേസുകളും മയോകാർഡൈറ്റിസ് കാരണമാണ് സംഭവിക്കുന്നത്. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം മയോകാർഡൈറ്റിസിന് ഒരു ലക്ഷണം ഉണ്ടാവില്ല. കൃത്യസമയത്ത് കണ്ടെത്താതെ വരുമ്പോൾ ഹാർട്ട് ഫെയിലിയറിലേക്കും കുഴഞ്ഞു വീണുള്ള മരണത്തിലേക്കും മയോകാർഡൈറ്റിസ് കൊണ്ടെത്തിക്കാറുണ്ട്. നമ്മുടെ ലക്ഷണങ്ങളും ടെസ്റ്റുകളും തമ്മിൽ മാച്ച് ആവുന്നില്ലെങ്കിൽ ഡോക്ടറോട് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ അശ്രദ്ധ കാരണം നമ്മുടെ ബന്ധുക്കളുടെ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടാൻ നമ്മൾ ഇടവരുത്തരുത്.